ഏത് കാറ്റിലും ഇളകാത്ത CPM-ന്റെ ഉരുക്കു കോട്ടയാണ് കണ്ണൂർ. രാജ്യത്ത് തന്നെ പാർട്ടിക്ക് ഏറ്റവും അടിത്തറയുള്ള മണ്ണ്. പാർട്ടി പറഞ്ഞാൽ മറുവാക്കുയരാത്ത പാർട്ടി ഗ്രാമങ്ങളുള്ള ജില്ല. ആ കണ്ണൂരിലാണ് നിർണായക തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ വെല്ലുവിളിച്ച് മുതിർന്ന നേതാക്കൾ പടിയിറങ്ങുന്നത്. വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും പാർട്ടിയുടെ ഇരുമ്പുമറയ്ക്കുള്ളിൽ മാത്രം കേട്ടിരുന്ന കാലവും മാറി. പൊതുമധ്യത്തിൽ പാർട്ടിക്കും നേതാക്കൾക്കുമെതിരെ തുറന്നടിച്ചാണ് പാർട്ടി വിട്ടവരുടെ പോക്ക്. രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച ഫണ്ട് MLA തന്നെ മുക്കിയെന്ന കടുത്ത ആരോപണം ഉന്നയിച്ചാണ് പയ്യന്നൂരിൽ V. കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടത്. ഇന്നിതാ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് TK ഗോവിന്ദൻ എന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി വിട്ടത്. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ സംസ്ഥാന സെക്രട്ടറി ഗൂഢാലോചന നടത്തിയെന്നാണ് TK ഗോവിന്ദന്റെ ആരോപണം. മുഖ്യമന്ത്രി ഇതിന് കൂട്ടുനിന്നുവെന്നും ശൈലജ ടീച്ചറെ പാർട്ടി നാടുകടത്തിയെന്നും P. ജയരാജനെ ഒതുക്കിയെന്നും എണ്ണി ഗോവിന്ദൻ തുറന്നടിക്കുന്നു. PK ശ്യാമളയ്ക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനാണ് ഇനിയുള്ള പോക്ക്. പാർട്ടിയുടെ ഉറച്ച മണ്ണായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും അങ്ങനെ പാർട്ടിയിലെ വിമതർ തന്നെ സ്ഥാനാർത്ഥികളാകുന്നു. വർഗവഞ്ചകൻ എന്ന ചാപ്പകുത്തി പാർട്ടി വിട്ടവരെ CPM നേതാക്കൾ തള്ളിപ്പറയുന്നുണ്ടെങ്കിലും അണികളിൽ എന്തു ചലനമുണ്ടാക്കുമെന്ന് കാത്തിരുന്നു കാണണം. കിട്ടിയ അവസരത്തെ വിസ്മയ സാധ്യതയാക്കാൻ കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു. CPM വിട്ട പ്രമുഖർക്കെല്ലാം ഇതിനോടകം സീറ്റും ഉറപ്പു നൽകിയിരിക്കുകയാണ്. കണ്ണൂർ കോട്ട കുലുങ്ങുന്നോ എന്നാണ് ചോദ്യം.